എല്ലാവർക്കും നമസ്കാരം. ഭാരതം എന്ന പേര് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇത് മഹാകവി വള്ളത്തോൾ മുമ്പ് പാടിയതാണ്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ വളരെ വാസ്തവമായിട്ട് തോന്നുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം എന്ന് കേട്ടാൽ ചോര സാധാരണക്കാരൻ്റെയൊക്കെ തിളയ്ക്കുന്ന ഒരവസ്ഥയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു, സാധാരണക്കാരൻ്റെ പെൻഷനിൽ കൈയിട്ടുമായിരുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകളുടെ കാഴ്ച നമ്മൾ കണ്ടു. കൂടാതെ ഇന്നലെ മുതൽ പുതിയ റിപ്പോർട്ട് വരുന്നു, വൈദ്യുതി നിരക്ക് കൂട്ടാൻ പോകും. കൂട്ടാതെ യാതൊരു മാർഗവും ഇല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ മന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായിട്ടുള്ള ഉപയോഗം കൂടി, ആഭ്യന്തരമായിട്ടുള്ള ഉൽപാദനം കുറഞ്ഞു. അതിന് പറയുന്നൊരു കാരണം പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഉൽപാദനം കൂടണമെങ്കിൽ ജലവൈദ്യുതി പദ്ധതികൾ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പദ്ധതികൾ വരണം. ഈ പദ്ധതികൾക്കെതിരെ നിന്നുകൊണ്ട് പല പാരിസ്ഥിതികവാദികളും ഇല്ലെ പല പ്രദേശത്തുള്ള ആളുകളും കുരങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ല, പോത്തിനെ ശല്യം ചെയ്യാൻ പാടില്ല, ആനയെ ശല്യം ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾ മാറ്റി വെക്കുന്നതുകൊണ്ടാണ് ഈ പുറത്തുനിന്ന് ഇങ്ങനെ വൈദ്യുതി മേടിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇത് ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാർ വിചാരിച്ചാൽ, ഇല്ലൊരു മന്ത്രിസഭ വിചാരിച്ചാൽ ഇത് മാറ്റി വെക്കാൻ പറ്റില്ലേ? പറ്റുമെന്നാണ് മറ്റൊരു വാർത്ത വായിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പേപ്പറിൽ വായിക്കുന്നു, ഒരു MLA മുമ്പ് മരണപ്പെട്ടു. ആ MLAയുടെ മകന് ആശ്രിത നിയമനമായിട്ട് ഒരു ജോലി കൊടുത്തു. MLAക്ക് സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് ആശ്രിത നിയമനം കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. MLAയുടെ മകന് ആശ്രിത നിയമനം എന്നൊന്നും കേട്ടുകേൾവിയുള്ള സംഭവമല്ല. എന്നാലും ഇത് കൊടുത്തു. ആളുകൾ കോടതിയിൽ പോയി. ഹൈക്കോടതി ആ ഉത്തരവ് മരവിപ്പിച്ചു. അത് പാടില്ല എന്ന് പറഞ്ഞു, ആ നിയമനം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം സർക്കാർ പറഞ്ഞൊരു ന്യായം, സർക്കാരിന് പ്രത്യേക അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും ആ സുപ്രീം കോടതി ഇന്നലെ ആ അധികാരവും ഇല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സർക്കാർ അവിടെയും ബാധിച്ച് സർക്കാരിന് പ്രത്യേക അധികാരമുണ്ട് ഇങ്ങനെ നിയമനം കൊടുക്കാൻ. പക്ഷെ അങ്ങനെ ഒരു അധികാരം സർക്കാരിനില്ല. അധികാരം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഉപയോഗിക്കേണ്ടത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിൽ ഈ കുരങ്ങനെ ഓടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പോത്തിനെ ഓടിക്കാൻ പാടില്ല, പരിസ്ഥിതി സംരക്ഷിക്കുന്നതാണെന്നുള്ള കാര്യങ്ങളിൽ ആളുകൾ സമരം ചെയ്യുമ്പോൾ ഈ നിയമനിർമ്മാണത്തിലൂടെ ഈ നാടിന് ആവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലേ? ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ഇടപാടുകളാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം ഈ വരുന്ന ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടു, റെഗുലേറ്ററി കമ്മീഷൻ, വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കി അതിന് വലിയ കുമ്പത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിർത്തി അതിന് കമ്മീഷനെ കൊണ്ടുവച്ച് തിരുവനന്തപുരം മുതൽ പല സ്ഥലങ്ങളിലും പൊതുജനങ്ങളെ ഉൾപ്പെടുപ്പിച്ചൊരു കമ്മീഷനുകൾ നടത്തി. അവിടെ ചെന്ന് സർവ്വ മനുഷ്യരും, ജാതി മത ഭേദ രാഷ്ട്രീയ ലിംഗ വ്യത്യാസമന്യേ എല്ലാവരും പറഞ്ഞത് നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരുത്തരുത്, ഇതിന് ശമ്പള വർധനവ് പോലെയുള്ള കെടുകാര്യസ്ഥതകൾ ഈ KSEBിയുടെ കാര്യങ്ങളിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞ്, എന്നിട്ട് അതിന് യാതൊരു പുല്ല് വിലയും കൽപ്പിക്കാതെയാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് ഇപ്പോൾ ചാർജ് വർദ്ധിപ്പിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. അത് ഉടനെ മന്ത്രിസഭ ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ വിവരാവകാശ നിയമപ്രകാരം കുറച്ച് കണക്കുകൾ എടുത്തിട്ടുണ്ട്. അതായത് KSEB 2023-24 കാലഘട്ടത്തിൽ 218.51 കോടി ലാഭത്തിലാണെന്ന് പറഞ്ഞേക്കുന്നത്. 218.51 കോടി രൂപ ഈ 2023-24 വർഷം ലാഭത്തിലാണ്. അതിനകത്ത് അവരുടെ ഒരു ശമ്പളത്തിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. 310.55 കോടി രൂപയാണ് KSEB വർക്കേഴ്സിന് അവരുടെ ജീവനക്കാർക്ക് ശമ്പളമായിട്ട് കൊടുത്തതായിട്ട് പറയുന്നത്. 143 കോടി രൂപ പെൻഷൻ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ 218 കോടി രൂപ, 51 ലക്ഷം രൂപ ലാഭമുണ്ടെന്ന് പറയുന്നത്. പിന്നെ എന്തിനാ ഈ നിരക്ക് കൂട്ടുന്നത്? അതാണ് മനസ്സിലാകാത്തത്. പല തരത്തിലുള്ള കണക്കുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വേറൊരാളൊരു വിവരാവകാശം വെച്ച് യോജനയെന്ന് പറഞ്ഞേക്കുന്നു, SSLC പാസ്സാകാത്ത എത്ര ഓവർസിയർമാർ ഈ ഡിപ്പാർട്ട്മെന്റിലുണ്ട്, അവരെത്ര രൂപ ശമ്പളം വാങ്ങിക്കുന്നുണ്ടെന്ന്. അതിന് വ്യക്തമായിട്ട് മറുപടി കൊടുത്തിരിക്കുന്നു. 451 ആളുകൾ, ശ്രദ്ധിച്ചോ, 451 SSLC പാസ്സാകാത്ത ആളുകൾ ഓവർസിയർമാരായിട്ട് ജോലി ചെയ്യുന്നു. അവരുടെ ശമ്പളം 1,36,095 രൂപ. 1,36,095 രൂപ SSLC പാസ്സാകാത്ത ഒരാളുടെ ശമ്പളമാണ്. ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു, സബ് എഞ്ചിനീയറേക്കാൾ മുകളിൽ ശമ്പളം വാങ്ങുന്ന ആരെങ്കിലും SSLC പാസ്സാകാത്ത ആരെങ്കിലും KSEB ബോർഡിലുണ്ടോ? വ്യക്തമായ ഉത്തരം കിട്ടിയിരിക്കുന്നു. 34 പേരുണ്ട്. 34 SSLC പാസ്സാകാത്ത ആളുകൾ സബ് എഞ്ചിനീയറേക്കാൾ മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നു. 1,43,860 രൂപയുടെ ശമ്പളം. അപ്പം ഈ കാര്യങ്ങളിലൊന്നും സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് എടുത്തു മാറ്റാൻ സാധിക്കില്ലേ?
ഇല്ലേ ഒരു ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ സാധിക്കില്ലേ? അപ്പൊ ഈ 218 കോടി രൂപ ലാഭം, 218 കോടി രൂപ, 218 51 കോടി രൂപ ലാഭമുണ്ട് എന്ന് പറയുമ്പോൾ അത് അവർ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സാധനമാണ്. പിന്നെ എന്തിനാ ആൾക്കാർ ഇന്നത്തേക്ക് ഈ വീണ്ടും ഇത് കൂട്ടുന്നത്? അപ്പോൾ അത് ഈ സർക്കാരിന്റെ പ്രത്യേക വിവേചനാധികാരം അധികാരം ഉപയോഗിച്ച് ആ ചാർജ് വർധനവ് ഒഴിവാക്കി സാധാരണക്കാരനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയില്ല, അവൻ കുറഞ്ഞ നിരക്ക് വൈദ്യുതി കൊടുക്കുകയില്ല ചെയ്യേണ്ടത്. നമ്മൾ കണ്ടല്ലോ, നമ്മളിപ്പോൾ ഏത് കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഏതാണ്ട് 1458 ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ വായിച്ചു. രണ്ടാമത് അത് മറ്റൊരു കണക്കിൽ പറഞ്ഞിട്ട് 9201 ആളുകളുണ്ട് അനർഹരായിട്ട്. ഈ ശമ്പളമല്ല, നമ്മുടെ പെൻഷൻ 1600 രൂപ വെച്ച് ലക്ഷങ്ങൾക്ക് മുകളിൽ ശമ്പളം വാങ്ങിക്കുന്നവർ 1600 രൂപ ശമ്പളം അനർഹരായിട്ട് കൈപ്പറ്റുന്നു. ഇവരുടെ പേരിൽ സമഗ്രമായ അന്വേഷണം വരും, അവരുടെ പേരിൽ നിയമ നടപടികൾ ഉണ്ടാവും. പക്ഷെ ഇവരുടെ ആരുടെയും പേര് വിവരങ്ങൾ പുറത്തേക്ക് പറയില്ല. അപ്പൊ സാധാരണക്കാരന് വരുന്നത്, ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അവന്റെ പറമ്പിൽ ആക്രമിക്കാൻ വരുന്ന, അവന്റെ വിള നശിപ്പിക്കാൻ പറ്റുന്ന ഒരു കാട്ടുപന്നി, ഇല്ല ഒരു കുരങ്ങ്, ഇല്ല ഒരു മയില്, ഒരു കാട്ടുകോഴി, ഇതിനെ കൊന്ന, ഇല്ല ഒരു ഉടുമ്പ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ഈ പത്രമാധ്യമങ്ങളിൽ കാണുന്ന ഒരു പന്നീനെ വെടിവെച്ച് കൊന്നു, ഇല്ലെങ്കിൽ പന്നീനെ കെണി വെച്ച് പിടിച്ചു, ഇല്ലെങ്കിൽ ഉടുമ്പിനെ പിടിച്ചു, അവനെ പിടിച്ച് അതിന് തീവ്രവാദികളെ പിടിച്ചു നിർത്തിക്കുന്ന പോലെ കുറെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചുറ്റും നിന്ന് വലിയ കാര്യമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പത്രങ്ങളിൽ പരസ്യം ചെയ്യും. അവന്റെ പറമ്പിൽ അവന്റെ അധ്വാനത്തെ നശിപ്പിക്കാൻ വന്നിട്ടുള്ള ഒരു വന്യമൃഗം, അതായത് ഇവൻ കാട്ടിനെ പിടിച്ചല്ല, വന്യമൃഗത്തെ അവൻ ആക്രമിച്ചു, അവനെ ആക്രമിക്കുന്നതിൽ അവൻ രക്ഷപ്പെട്ടു, അതിനെ കൊന്നാൽ അവന്റെ ഫോട്ടോ പിറ്റേ ദിവസം കൊടുക്കാം, അവന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നാൾ വഴികൾ, അവന്റെ ജാതക കുറിപ്പ് മൊത്തം കൊടുക്കും. അങ്ങനെ കൊടുക്കാമെങ്കിൽ ഈ സാധാരണക്കാരന്റെ കണ്ണീര് നക്കി തുടയ്ക്കുന്ന, ഇല്ലെങ്കിൽ കണ്ണീര് തൊട്ട് നക്കുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട എല്ലാവരും ഇല്ല, ഞാൻ പറയുന്നു, വളരെ മാന്യം മര്യാദയായിട്ട് വളരെ സത്യസന്ധമായ രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കും കൂടി നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഈ സാധാരണക്കാരന്റെ കണ്ണീരിൽ നിന്ന് കൈയിട്ട് വാരി നക്കി ഭക്ഷിക്കുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ഇവരെയും കൃത്യമായിട്ട് ഇവരുടെയും ഫോട്ടോ പ്രദർശിപ്പിക്കണം, ഇവരുടെ ലിസ്റ്റ് പ്രദർശിപ്പിക്കണം. എന്നാണ് ദോഷമിരിക്കുന്നത്? അതിനകത്ത് ആക്ഷേപം. അപ്പൊ ഇവർ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണോ? അതൊന്നുമല്ലല്ലോ. അതല്ല വേണ്ടത്. സാധാരണക്കാരന്റെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന അവരും സാധാരണ എല്ലാ നിയമവശങ്ങൾക്കും നടപടി. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവരിൽ നിന്ന് ഈടാക്കേണ്ടത് ഇവർ ഈ എടുത്തു വെച്ചിട്ടുള്ള ഈ പെൻഷൻ തുക മാത്രമല്ല, ഇവർ ഇത്രയും കാലം എത്ര രൂപ ശമ്പളം കൈപ്പറ്റിയോ ആ ശമ്പളം മുഴുവൻ പലിശ ഉൾപ്പെടെ തിരിച്ച് എടുക്കുന്ന സംവിധാനവും നിയമ നടപടികൾ സ്വീകരിക്കുകയും കർശനമായിട്ട് ഇവരെല്ലാവരും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന കാര്യം ഇവർ അറിവില്ലാതെ ചെയ്തതല്ല, ഇവർ വ്യക്തമായ അറിവോടുകൂടി തന്നെ ചെയ്തതാണ് ഈ തട്ടിപ്പ്. അതുപോലെ ഈ KSEBയുടെ ഈ ചാർജ് വർധനവ് നിരുപാധികം പിൻവലിക്കേണ്ടതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ചാർജ് കുറയ്ക്കുക ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിനകത്ത് അനർഹമായിട്ട് ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റി. ഇപ്പൊ ഈ റിസ്ക് അലവൻസ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഈ KSEB കാണുന്നുണ്ട്. എത്ര പേര് ഇതിനകത്ത് റിസ്ക് എടുത്ത് ജോലി ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇതിനകത്ത് മുഴുവൻ സബ് കോൺട്രാക്ട് കൊടുക്കുക. ഈ നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്നുള്ള ബംഗാളികൾ ഉൾപ്പെടെ മറ്റ് പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ സബ് കോൺട്രാക്ട് എടുത്ത് അവരാണ് ഈ റിസ്ക്കുള്ള ജോലികൾ മുഴുവൻ തന്നെ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഈ PSC മുഖാന്തരം അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിയൻ ബേസിലോ കയറി വന്നിട്ട് ഓഫീസുകളിൽ ഇരുന്ന് ശമ്പളം വാങ്ങിക്കുന്ന ഒരു സംവിധാനം നടക്കുന്നത്. അത് നിസ്സാര ശമ്പളമല്ല, അതിഭീകരമായ ശമ്പളം. ഈ ശമ്പളങ്ങൾ കുറച്ചിട്ട്, ഈ പെൻഷനുകൾ കുറച്ചിട്ട്, ഏകീകരിച്ചിട്ട് ഈ സാധനം ആളുകൾക്ക് മിതമായ രീതിയിൽ വൈദ്യുതി കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ. അതിനെപ്പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.